എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 50 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ളത്. എലിവേഷൻ നിങ്ങൾ കണ്ടു. നമുക്ക് വീട്ടിലേക്കുള്ള വഴി ഒന്ന് നോക്കാം. നേരെ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ബസ് റൂട്ടാണ്. നിങ്ങൾക്ക് വാഹനങ്ങൾ പോകുന്നത് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് 50 മീറ്റർ നമുക്ക് നടന്ന് നമ്മളുടെ ഈ ഒരു വീട്ടിനകത്തേക്ക് കയറാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് മെയിൻ റോഡിൽ നിന്ന് ഈ കാണുന്ന വില്ലയിലേക്കുള്ള വഴി നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ 8.7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. പ്രോപ്പർ കാക്കനാട് നോക്കുവാണെങ്കിൽ കളക്ട്രേറ്റിലേക്ക് 10 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തൊക്കെ വീടുകൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ട് വരെ എത്തി നിൽക്കുന്നത് ഇതുപോലെ ഭംഗിയായിട്ട് ടൈല് വിരിച്ചിരിക്കുന്ന വഴിയാണ്. നല്ല വീതിയുള്ള വഴി കൂടിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടതാണ്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള സിമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് വീടാണെങ്കിലും മതിലാണെങ്കിലും നോക്കുവാണെങ്കിൽ വൈറ്റ് കളറും ചെറിയൊരു ബ്രൗൺ ബോർഡറും വരുന്ന ടൈപ്പ് പെയിന്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിരിക്കുന്നത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം നല്ല നീളത്തിലും വീതിയിലും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ടെക്സ്റ്റൈൽ വർക്കുകൾ വന്നിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള നമ്മുടെ കാർ പോർച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ 15 അടി നീളവും 10 അടി വീതിയുമാണ് നമുക്കിതിന് കിട്ടുന്നത്. അത്യാവശ്യത്തിന് നല്ലൊരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മെയിൻ 2 പില്ലറുകൾ നോക്കിയാൽ കാണാം കോപ്പർ കളറുള്ള ടെക്സ്റ്റൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. 1-2 കാറുകൾ അടുത്തടുത്തായിട്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കടന്ന് നമ്മൾ വരുന്ന സമയത്ത് ഈ കാണുന്ന സറൗണ്ടിങ് ഏരിയാസിലുള്ള ഫ്ലോർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് കാർ പാർക്കിങ്ങിലൂടെ വീടിന്റെ നേരെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ചെടി നടാനും ഗാർഡനിങ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് അലക്ക് കല്ല് കൂടി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ വീട്ടിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലൂടെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചണിന്റെ ബാക്ക് ഡോറ് വരുന്നത്. അതിലൂടെ നടന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ്. വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കുവാണെങ്കിൽ വീടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ആഴത്തിലുള്ള കിണറാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഇവിടെ ധാരാളം സ്ഥലമാണ് കിട്ടുന്നത്. നമ്മൾ നടന്നിപ്പോ നേരെ വന്ന് നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഭംഗിയായിട്ടും ഒതുക്കത്തിലും ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് ഈ കാണുന്നതാണ്. നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയിലാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഡോർ വരുന്നത്. കിഴക്കോട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്കിനി അകത്ത് കയറി നോക്കാം. മെയിൻ ഡോർ തുറന്നു നേരെ വന്നിരിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള നല്ലൊരു ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഡോർ തുറന്ന് നേരെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ എയർ പാസ് ചെയ്ത് പോകാനായിട്ട് 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്.
റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള കളർഫുൾ ലൈറ്റ്സും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടുമാണ് റൂഫിലെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയായിട്ടൊരു വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഡോറുകൾ വെച്ചിട്ട് കബോർഡ് ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നേരെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ആദ്യം വന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പുകളൊക്കെ നോക്കിയാൽ കാണാം ബാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസിന്റെ നേരെ ഈ ഒരു സൈഡിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലേക്ക് കയറുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ അവിടെ നമുക്കൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ വരുന്നത് 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂം നോക്കുമ്പോൾ ഒരു ചെറിയ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. 11.9 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു വർക്കും ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബ്രൗൺ ആൻഡ് വുഡൻ കളർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറ് വന്നിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് നമുക്കൊരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷൻ ആണെങ്കിലും താഴെയുള്ള പോർഷനിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈനോട് കൂടിയ കളർഫുൾ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം കഴിഞ്ഞു നമ്മൾ വീണ്ടും ലിവിംഗിലേക്ക് വന്നു. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പോകുന്നത് നേരെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു ചെറിയ എൻട്രൻസ് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്കൊരു 6 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി പോകുന്നതിന്റെ താഴെയുള്ള ഭാഗം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും ഒക്കെ ആ ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കിനി വാഷ് ഏരിയ ആണ് നോക്കാനുള്ളത്. വാഷ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് നേരെ റൂഫിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് അവിടെ വരുന്നുണ്ട്. അതിനകത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗത്തിൽ മുകളിലേക്കുള്ള റൂഫ് നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. അവിടെ ചെയ്തിരിക്കുന്ന റൂഫിലെ വർക്കുകളും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജെറയുടെയാണ് വാഷ് ബേസിൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് പീസിലാണ് ഇത് വെച്ചിരിക്കുന്നത്. താഴെ നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ ഒരു വാഷ് ഏരിയ വരുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. 12 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു കോർണർ ഭാഗത്ത് ആ ഒരു വുഡൻ ആൻഡ് ബ്രൗൺ കളർ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ടൈലുകളാണ് വോളിലും ഫ്ലോറിലും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിനകത്ത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമുക്കിനി കാണാനുള്ളത് കിച്ചൺ ആണ്. നമ്മളിപ്പോൾ ഡൈനിങ് ഹാളിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത്. നല്ല വലിയൊരു എൻട്രൻസ് ആണ് കിച്ചണ് കൊടുത്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് കൊണ്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. 3 ഹാങ്ങിങ് ലൈറ്റ്സ് അവിടെ ചെയ്തിട്ടുണ്ട്. താഴെ നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ട് തന്നെയാണ് മൾട്ടിവുഡിലും അത് ചെയ്തിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഏരിയാസ് നോക്കുവാണെങ്കിൽ കാണാം നല്ല കളർഫുൾ ആയിട്ടുള്ള ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്രൗൺ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ്. നമ്മൾ ബെഡ്റൂമുകളിൽ കണ്ട അതേ വാർഡ്രോബുകളുടെ കളർ കോമ്പിനേഷൻ തന്നെയാണ് കിച്ചണകത്തും കൊടുത്തിരിക്കുന്നത്. റൂഫ് സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന കിച്ചന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് അവിടെ ഓപ്പൺ സ്പേസ് ആണ്. വർക്ക് ഏരിയ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിൽഡറുമായിട്ട് സംസാരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. താഴെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞ് നമുക്കിനി മുകളിൽ ഒന്ന് നോക്കിയിട്ട് വരാം.
സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലാണ്. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം റൂഫിൽ നമ്മൾ ആ ഷാലിയർ 3 ചെറിയ ഹാങ്ങിങ് ലൈറ്റുകൾ കണ്ടു. അത് താഴെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാം. അതുകൂടാതെ ഈ ഒരു ഹാള് കംപ്ലീറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാളിൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് 3 വിൻഡോസ് കിട്ടുന്നത്. നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. സ്റ്റെപ്പ് കയറി വന്ന സമയത്ത് നമുക്ക് ഇവിടെ ആദ്യത്തെ ഡോർ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ 2 ബെഡ്റൂമുകൾ നമുക്ക് വരുന്നുണ്ട്. നേരെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കും ചെറിയ രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നേരത്തെ കണ്ട അതേ കളർ കോമ്പിനേഷനിലും ഡിസൈനിലും ഒക്കെയാണ് 3 ഡോറുകളായിട്ട് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറുകളാണെങ്കിലും സെയിം കളർ പാറ്റേണിൽ തന്നെയാണ് എല്ലാം വരുന്നത്. ഇവിടെയും നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനോട് കൂടിയ ടൈലുകളാണ് ബ്രൗൺ കളർ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു 3 ബെഡ്റൂമുകൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 2 ഡോറുകൾ വരുന്നുണ്ട്. രണ്ടും നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. ഈ സൈഡ് ഫേസ് ചെയ്തുകൊണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഗ്രീനിഷ് അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഈ വീട് നിൽക്കുന്നത് ഒറിജിനൽ പുരയിടം എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെയാണ്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ കാണാനായിട്ടൊക്കെ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഈ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ മെയിൻ ബാൽക്കണി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെ നമുക്ക് ഇവിടെ ബാൽക്കണിക്കായിട്ട് കിട്ടുന്നുണ്ട്. താഴെ നിന്നുള്ള പില്ലറുകളുടെ കണ്ടിന്യൂവേഷൻ ആണ് മുകളിലേക്ക് വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ബാൽക്കണിയിലാണെങ്കിൽ പോലും കൊടുത്തിരിക്കുന്നത്. തിരിച്ച് നമ്മൾ വീണ്ടും അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു വിൻഡോ കിട്ടുന്നുണ്ട്. 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11.9 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് 3 വിൻഡോസ് വീതമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 4ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള അതേ കളറുകൾ നല്ല ടൈലുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിനോട് വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. ബസ് റൂട്ടിലേക്ക് വെറും 50 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമാണ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കാർ പോർച്ചിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 2 വീലേഴ്സ് വെക്കാനായിട്ട് വേറെ ധാരാളം സ്പേസും കിട്ടുന്നുണ്ട്. നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന നല്ലൊരു കിണറുണ്ട്. റോഡിലേക്ക് ഈസി ആയിട്ട് എത്താം. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 69 ലക്ഷം രൂപയാണ്. 69 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. 5 സെന്റ് സ്ഥലമുണ്ട്, 2000 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, വെറും 69 ലക്ഷമാണ് ഓണർ ചോദിക്കുന്നത്. വീട് സ്വന്തമാക്കാനുള്ള അവസരം മാർബിൾ ഹോംസിലൂടെ മാത്രമാണ്. തീർച്ചയായും ഞങ്ങളുടെ ഹെൽപ്പോടു കൂടി ഓണറുമായി നേരിട്ടിരുന്ന് സംസാരിച്ച് വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ലൊരു റേറ്റിൽ ഈ കാണുന്ന വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.